നിലമ്പൂര് ഞാൻ പോകുന്ന വഴിക്കൊക്കെ കാണുന്നുണ്ട്. MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ആളുകളും നിലമ്പൂരുണ്ട്. ഒരാളുടെയും പെട്ടി ഇതുവരെ പരിശോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇടതുപക്ഷ MLA-മാരുടെ MP-മാരുടെ ഒന്നും പെട്ടി പരിശോധിക്കാൻ ചിലപ്പോൾ കേരള പോലീസിന് അതിനുള്ള ധൈര്യം കാണൂലായിരിക്കാം. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പെട്ടി പരിശോധിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, കൂടുതൽ പരിശോധിക്കാനാ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധി മാറ്റിമറിക്കാൻ നിങ്ങൾ പെട്ടി പരിശോധിച്ചിട്ടും അതല്ലെങ്കിൽ വീട് പരിശോധിച്ചിട്ടും ഇതൊക്കെ നിങ്ങൾ അവസാനം തോറ്റ് അവസാനമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സംഭവവികാസങ്ങളാണ്. പാലക്കാട് ഇതേപോലെ സംഭവിച്ചില്ലേ? നമ്മുടെ കേരളത്തിന് അറിയപ്പെടുന്ന 2 വനിതാ പ്രമുഖ നേതാക്കന്മാരുടെ അർദ്ധരാത്രി അവർ താമസിക്കുന്ന ലോഡ്ജ് കയറിയിട്ടല്ലേ പരിശോധിക്കാൻ പോയത്? ഒരു വനിതാ പോലീസും ഇല്ലാതെ. എന്താ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിധി? എന്താ? 3000 വോട്ടിന് ഷാഫി ജയിച്ച മണ്ഡലത്തിൽ 18,000 വോട്ടിന് ജയിച്ചു. എല്ലാവരുടെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷെ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പ്രകടമാണ്. നിലമ്പൂരിന്റെ ചരിത്രത്തിലില്ലാത്തൊരു ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും.